നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച രേഖകൾ ഇല്ലെന്ന വാദവുമായി സ്വർണക്കൊള്ള കേസിലെ മൂന്നാം പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസു ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിയിലാണ് ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതു കേട്ട കോടതി അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ എന്ന മറുപടി നൽകി. ഇത് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഹർജി ഇന്ന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. 2019 കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശുപാർശ വന്നപ്പോൾ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു. ചെമ്പുപാളികൾ എന്ന ശുപാർശയിൽ പറഞ്ഞിരിക്കുകയും ചെയ്തു. ഇക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ബോർഡിനോട് നിർദ്ദേശിക്കുക മാത്രമാണ് ഹർജിക്കാരൻ ചെയ്തതെന്ന് അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ 2010 മുതൽ പദവിയിലിരിക്കുന്ന വാസുവിന് സ്വർണം പൊതിഞ്ഞിരുന്ന കാര്യം അറിവുള്ളതല്ലെന്നും ജാഗ്രത കാട്ടേണ്ടിയിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. തുടർന്നാണ് സ്വർണം പൊതിഞ്ഞതിന് തെളിവില്ലെന്ന വാദം ഉന്നയിച്ചത്. ഒക്ടോബർ 23 മുതൽ റിമാൻഡിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ പ്രതിയാക്കിയിരുന്നത് എന്നും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും അങ്ങനെ വലിയ സ്വർണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് എൻ വാസുവിനെതിരെയുള്ള കേസ്. എന്നാൽ അത് സ്വർണം പൊതിഞ്ഞത് തന്നെയാണ് എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിലെടുത്ത നിലപാട്. എന്നാൽ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കോടതി 2 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് കസ്റ്റഡി അനുവദിച്ചത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT കസ്റ്റഡി ആവശ്യപ്പെട്ടത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി സ്വർണം കവർന്ന കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയോ എന്ന ഇരുവരെയും ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കോടതിയിൽ ഹാജരാക്കുമെന്നും വ്യക്തമാക്കി. ഫേസ് ലോക്ക് ഉപയോഗിക്കുന്ന മുരാരി ബാബുവിന്റെ ഫോൺ തുറന്നു പരിശോധിക്കുന്നത് ഉൾപ്പെടെ ഈ കസ്റ്റഡി കാലയളവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതേസമയം കട്ടിളപ്പാളി ദ്വാരപാല കേസുകളിൽ പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. ഉദ്യോഗസ്ഥന്റെ ചുമതല നിർവഹിക്കുന്ന മാത്രമാണ് ചെയ്തത് എന്നാണ് സുധീഷ് കുമാർ ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന് സ്വർണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം ഉയർത്തുകയായിരുന്നു. എന്തായാലും വാസുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാസു ചിലപ്പോൾ കേസിൽ നിന്നും ഊരി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല എന്നും താൻ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള കൊള്ളയ്ക്ക് കൂടി നിന്നിട്ടില്ല എന്ന് വാസു വാദിക്കുകയും സ്വർണം പൂശിയതാണ് എന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വർണം പൂശി എന്ന കാര്യത്തിൽ അറിവ് വാസുവിന് ഉണ്ടായിരുന്നു എന്നും വാസു കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തി എന്നുമുള്ള തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കണം. അതായത് ഈ സ്വർണപ്പാളിയിൽ വിജയ് മല്യ സ്വർണം പൂശിയിരുന്നു എന്നുള്ള കാര്യം വാസുവിന് അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് സ്വർണം പൂശിയ പാളിയാണ് എന്ന് തനിക്ക് അറിവില്ലായിരുന്നു എന്ന് ആണ് കോടതിയിൽ വാസു സമ്മർദ്ദിച്ചത്. അത് അങ്ങനെയെങ്കിൽ ജാമ്യ ഹർജിയിലാണ് ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കില്ലല്ലോ എന്ന മറുപടി നൽകിയത്. ഇത് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആണ് ഹർജി നൽകിയത്. അപ്പോൾ ഇവിടെ വരുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് വാസുവിനെ ഇത്രയും നാളും CPM തള്ളി പറഞ്ഞിട്ടില്ല, സർക്കാർ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ വാസുവിനെ ഏതെങ്കിലും ഘട്ടത്തിൽ തള്ളി പറയുകയാണെങ്കിൽ വാസു പിണറായി ഒറ്റുമെന്ന കാര്യത്തിനും സംശയമില്ല. അപ്പോൾ ഇപ്പോൾ പന്ത് വരുന്നത് വാസുവിന്റെ കോട്ടിലാണ്. അതായത് വാസു പറയുന്നു ഞാൻ ഒരു തരത്തിലുമുള്ള തെറ്റും ചെയ്തിട്ടില്ല, മാത്രമല്ല തനിക്ക് ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് വാസു പറയുകയാണ്. ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെയാണ്. സർക്കാർ ഈ തെളിവ് കണ്ടെത്തി കൊടുക്കണമെന്നാണ് പറയുന്നത്. സർക്കാർ അങ്ങനെ തെളിവ് കണ്ടെത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാസു ഊരും. അപ്പോൾ സർക്കാർ എന്തായിരിക്കും ചെയ്യുക? ബുദ്ധിയുള്ളവർക്കും അതുപോലെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഉത്തരം ലഭിക്കാവുന്നതേ ഉള്ളൂ.